അയ്യപ്പേട്ട, കുറച്ച് ദിവസങ്ങളായിട്ട് യോഗേഷ് ഗുപ്തയുടെ ഔദ്യോഗിക പദവി മാറ്റമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പി ദിവ്യയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടതാണ്. അപ്പോൾ പി ദിവ്യയുടെ ഒരു കാര്യത്തിൽ കൊണ്ട് മാത്രമല്ല ഈ ഒരു കാര്യം, അതായത് അദ്ദേഹത്തിൻ്റെ സ്ഥാനമാറ്റം സംഭവിച്ചത്. അത് തിരക്കിട്ട് മാറ്റിയതിന് പിന്നിൽ ഈ അന്വേഷണം ചെന്ന് നിൽക്കുന്നത് സുപ്രധാനമായ ഒരു വ്യക്തിയിലേക്കാണ്, അല്ലേ? അത് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പ്രജിത, ഇത്തരത്തിൽ ഈ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെ, അതും വളരെ എഫിഷ്യൻ്റായ ഒരു ഉദ്യോഗസ്ഥനെ വിജിലൻസിൻ്റെ തലപ്പത്തേക്ക് ഇവരെടുത്ത് വെക്കുമ്പോൾ അവർക്ക് ഒരു വേള ഇത്തരം കാര്യങ്ങളിലേക്ക് വരും എന്നുള്ള കാര്യം അറിയാം. അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇത് തീരുമാനിക്കുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം ആഭ്യന്തരമന്ത്രി കൂടെ ആകുമ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി എന്ന വിദ്വാന് ഈ കാര്യങ്ങളൊക്കെ തന്നെ അറിയാം. അദ്ദേഹം ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പോലീസ് ഓഫീസർമാരെ, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇന്ന തസ്തികയിൽ നിന്ന് ഇന്ന തസ്തികയിലേക്ക് മാറ്റുന്നത്. അപ്പോൾ വിജിലൻസിലേക്ക് വരുമ്പോൾ അദ്ദേഹം വളരെ എഫിഷ്യൻ്റായിട്ട് വളരെ ഈ പറയുന്ന ഒരുപാട് കറപ്ഷൻ അദ്ദേഹം പിടിച്ചു. ഉദ്യോഗസ്ഥരുടെ കൈക്കൂലി വാങ്ങലും അങ്ങനെയൊക്കെ വിജിലൻസിൻ്റെ ഓപ്പറേഷൻ വഴി അദ്ദേഹം ചെയ്തു. ദെൻ അങ്ങനെ വരുമ്പോൾ പി ദിവ്യയുടെ കേസ്, പി ദിവ്യയുടെ ഭർത്താവും പി ദിവ്യയും കണ്ണൂരിലെ CPM നേതാക്കളും അടങ്ങുന്ന ഒരു സംഘത്തിൻ്റെ കാർട്ടൺ കമ്പനി, അല്ലേ? കാർട്ടൺ കമ്പനി എന്നല്ലേ? അതെ. ഈ കമ്പനി, കണ്ണൂർ ബേസ് ചെയ്ത ഈ കമ്പനിയുടെ അനധികൃതമായി എത്രയെങ്കിലും കോടി രൂപ, അതായത് 5 കൊല്ലം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ദിവ്യ അനധികൃതമായി സമ്പാദിച്ച സ്വത്തിൻ്റെ രേഖകൾ വളരെ കൃത്യമായി, അതിൻ്റെ രേഖകളും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നു. അന്വേഷണം നീളുന്നു. അന്വേഷണം വരുമ്പോൾ ഒരു പി ദിവ്യ, ഇത് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു സംഗതി എന്ന് വെച്ചാൽ, ഒരു തട്ടിപ്പ് നടത്തുമ്പോൾ ഇപ്പോൾ പി ദിവ്യയെ പോലെ ഒരാൾ ഇത്തരത്തിൽ ഒരു കൂട്ടുകമ്പനി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ അവരൊരിക്കലും ഒറ്റയ്ക്കൊരുതും ഇത് ചെയ്യില്ല. അതായത് അതിന് ഉത്തരം പറയേണ്ട അവസ്ഥ വരുമ്പോൾ തങ്ങളെ സംരക്ഷിച്ച് നിർത്തേണ്ട ഒരു വ്യക്തിയെ കൂടെ അവർ കൂടെ നിർത്തുന്നത് സ്വാഭാവികമാണ്. അതാണ് ബുദ്ധിയുള്ളവരെല്ലാം, അങ്ങനെയാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. കാര്യം തങ്ങളുടെ തട്ട് ഒരിക്കലും താഴേക്ക് പോകാൻ പാടില്ല. തങ്ങൾക്കൊരു ചോദ്യം വന്നാൽ തങ്ങളെ രക്ഷിക്കാൻ ഒരാൾ, അത് ടോപ്പ് ലെവലിൽ ഒരാൾ കൂടെ വേണം. അത് ശശിയേട്ടൻ കൂടെ ഇരിക്കട്ടെ എന്ന് ദിവ്യയുടെ ഭർത്താവും തീരുമാനിക്കുന്നു. അങ്ങനെ ശശിയേട്ടൻ കൂടി ഇരിക്കട്ടെ എന്ന് തീരുമാനിക്കുന്നതല്ല. അവിടെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ശശി കണ്ടെത്തിയ നേതാവാണ്, വളർത്തിക്കൊണ്ടുവന്ന നേതാവാണ് ദിവ്യ എന്ന് പറയുന്നത്. അപ്പോ ചേട്ടൻ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു രീതിയിലേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ ശശിയുമായി ബന്ധം വരുന്നത് തന്നെ, അതായത് പല നേതാക്കളെയും, വളർന്നു വരേണ്ട പല യുവ നേതാക്കളെയും തള്ളി മാറ്റിക്കൊണ്ടാണ് ശശിയുടെ കണ്ണിൽ ദിവ്യ പെടുന്നതും. ആ ഒരു കാലഘട്ടം മുതൽ, അതായത് അവരുടെ തുടക്ക കാലഘട്ടം മുതൽ ശശിയുടെ തണലിലാണ് വരുന്നതും. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതെ, അതായത് പി ശശി എന്ന, അത് പ്രീത പറഞ്ഞ കറക്റ്റാണ്. അതായത് പി ശശി എന്ന നേതാവിനെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ വളർത്തിക്കൊണ്ടുവന്ന, അദ്ദേഹത്തിൻ്റെ കൂടെ പരിലാളന കിട്ടിയ, സംസ്ഥാന സമിതിയിലെ പലരുടെയും പരിലാളന കിട്ടിയ, അല്ലെങ്കിൽ പരിലാളന കിട്ടാത്തവരെയൊക്കെ പ്രകീർത്തിച്ച്, ഇപ്പോൾ പിണറായി വിജയനെ പ്രകീർത്തിച്ചാണ് ആ പാവം മനുഷ്യൻ്റെ യാത്രയപ്പിൽ അവർ സംസാരിച്ചത്. അപ്പോൾ അത്തരത്തിൽ പി ശശിയെ കൂടെ ഉൾപ്പെടുത്തിയുള്ള കമ്പനിയാണ്. സ്വാഭാവികമായി അന്വേഷണം വരുമ്പോൾ അത് എവിടേക്ക് പോകും? അന്വേഷണം വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും പോകും. അതാണ് ഞാൻ ചോദിച്ചത്. അന്വേഷണം വരുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോകും. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോകുമ്പോൾ ആ അന്വേഷണത്തിന്റെ കുന്തമൂന ആരിലേക്ക് പോകും? മുഖ്യമന്ത്രി ഇരിക്കുന്ന നോർത്ത് ബ്ലോക്കിലെ മുഖ്യമന്ത്രിയുടെ വലതുവശത്ത് കാണുന്നയോ, അല്ലെങ്കിൽ എനിക്ക് അദ്ദേഹം വന്ന ശേഷം ഞാൻ ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയിട്ടില്ല, അദ്ദേഹത്തിന്റെ സീറ്റ്, ഏതായാലും പി ശശിയിലേക്ക് അന്വേഷണം പോകും. പോയി എത്തി അപ്പോഴാണ് ഫയൽ പി ശശിയുടെ അടുത്ത് തന്നെ എത്തുന്നു. ഫയൽ വിജിലൻസിന്റെ അന്വേഷണത്തിന്റെ ഉദ്യോഗസ്ഥർ വിളിച്ച് പറഞ്ഞ്, ശശിയേട്ടാ വന്നിട്ടുണ്ട് കേട്ടാ, ഫയൽ വന്നിട്ടുണ്ട്. അതിപ്പോൾ ശശിയേട്ടൻ്റെ ഒക്കെ പേരൊക്കെ അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഗുപ്ത സാർ അത് വിട്ടിട്ടുണ്ട്. എന്നാ പിന്നെ കിട്ടിയിട്ടുണ്ട്, ശശിയേട്ട എല്ലാം കിട്ടിയിട്ടുണ്ട്. ദിവ്യച്ചി മാത്രമല്ല, ശശിയേട്ടനുണ്ട്, നിങ്ങളുടെ പേരുണ്ട്. എന്നാല് അതിരിക്കട്ടാ, നമുക്ക് നോക്കാം. വിത്തിൻ 2 days മതി പണി, പൊക്കോളും. അപ്പൊ അങ്ങനെ വരുമ്പോ അദ്ദേഹത്തിന് ഇത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അത് ഒരു കാര്യം. രണ്ടാമത്, ബഹുമാനപ്പെട്ട, അപ്പൊ ഈ വരുമ്പോ ശശി എന്തുകൊണ്ട് നീ മാറ്റി എന്ന് മുഖ്യമന്ത്രിക്കും ചോദിക്കാൻ കഴിയില്ല. കാരണം മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള വിജിലൻസ് കേസിന്റെ അന്വേഷണവും നടക്കുന്നുണ്ട്. അതാര്? മാത്യു കുഴൽനാടൻ കൊടുത്ത പേപ്പർ. മാത്യു കുഴൽനാടൻ കൊടുത്ത പേപ്പറില് പിന്നെ ഹൈക്കോടതി അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. പരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനത്തിന്റെ പേരിലുള്ള അന്വേഷണം ഹൈക്കോടതി CBI അന്വേഷണം വരെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഇരുന്നിട്ട് പോലും ഈ പറയുന്ന മാത്യു കുഴൽനാടന് വേണ്ട രേഖകൾ വിജിലൻസ് ഇന്ന് കൊടുത്തിട്ടില്ല. അതറിയാമല്ലോ.
യോഗേഷ് ഗുപ്തയെ പോലെ ഒരു ഓഫീസർ ഇരുന്നിട്ട് പോലും കീഴോട്ടുള്ള ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ മാത്യു കുഴൽനാടനെ ആസാക്കിക്കൊണ്ട് നിങ്ങൾ യോജിച്ചൊന്നും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചയച്ചു ആ ഫയല്, അല്ലേ? അങ്ങനെ വരെ ചെയ്യുമ്പോൾ അത് അദ്ദേഹം ചിലപ്പോൾ കണ്ണടച്ചു കൊടുത്താലും അല്ലെങ്കിൽ അദ്ദേഹം അറിയാതെ ചെയ്താലും അതിന്റെ ക്ലാരിഫിക്കേഷനൊക്കെ അദ്ദേഹം തിരക്കിയിട്ടുണ്ടാവും, നമ്മൾ അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. ഏതായാലും അദ്ദേഹത്തിന്റെ ഇത്തരത്തിൽ ആ കേസ് തള്ളുമ്പോൾ ഇനിയിപ്പോ മനോജ് എബ്രഹാം ഇരിക്കുമ്പോഴാണ് ഇനി ഹൈക്കോടതി കേരള സർക്കാരിനോട് അഴിമതി നിരോധന നിയമപ്രകാരം ഈ പറയുന്ന കേസ് അന്വേഷിക്കാൻ പറയുമ്പോൾ യോഗേഷ് ഗുപ്ത മാറുമല്ലോ. മനോജ് എബ്രഹാമിനല്ലേ കൊടുത്തേക്കുന്നേ? നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്. ഇതും ഒരു കാരണമാണ്. മുഖ്യമന്ത്രിയുടെ മകളുടെ ഈ പറയുന്ന കരിമണൽ കർത്തയിൽ നിന്ന് കാശ് വാങ്ങിയ ഈ സംഭവത്തിന്റെ അന്വേഷണത്തിനെ സംബന്ധിച്ച് മാത്യു കുഴൽനാടൻ ചോദിച്ചിരിക്കുന്ന വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം അത് എങ്ങനെ? മുഖ്യമന്ത്രിയുടെ മകള് ഒരു സ്കൂൾ തലത്തിൽ പിള്ളേർക്ക് സോഫ്റ്റ്വെയർ ഉണ്ടാക്കാനായിട്ട് പിള്ളേർക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാക്കത്തക്ക രീതിയിൽ ഒരു സോഫ്റ്റ്വെയർ കമ്പനി പോലുമല്ല. നമ്മളൊക്കെ പഠിക്കുമ്പോൾ ചിലപ്പോൾ സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടല്ലോ, ഓരോരോ സോഫ്റ്റ്വെയർ സ്കൂളിലൊക്കെ കൊടുക്കൂല. അത്ര പോലും മെനയില്ലാത്ത, അത്ര പോലും എഫിഷ്യന്റ് അല്ലാത്ത, പ്രൊഫഷണൽ അല്ലാത്ത ഈ തെളിവുകൾ കാണിക്കാൻ പറഞ്ഞപ്പോൾ കുറെ എക്സൽ ഷീറ്റ് കൊണ്ട് കൊടുത്തെന്നാണ് പറയുന്നത്. കുറെ എക്സൽ ഷീറ്റ് അതൊക്കെ കണ്ടിട്ട് ED ഉദ്യോഗസ്ഥർ ചിരിച്ചെന്നാണ് പറയുന്നത്. ഇതെന്താണ് നിങ്ങളുടെ കമ്പനി ചെയ്യണമെന്നാണ് ചോദിച്ചെന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി ഇതിനകത്തുണ്ട്. ഇദ്ദേഹത്തിന്റെ മകൾ കഴിഞ്ഞ ദിവസം EDക്ക് മുന്നിൽ തെളിവ് കൊടുത്തിട്ടില്ല, പറഞ്ഞിട്ടില്ല, എന്നോടത് ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? ആ രേഖ പുറത്തു വരേണ്ടി വരും. ഒരാളിപ്പോ കേസ് ചോദിച്ചിട്ടുണ്ട്. ഇതിപ്പോ നമുക്ക് വക്കീൽ വഴി നീങ്ങിയാലേ എന്താണ് ഇവർ EDയോട് പറഞ്ഞത്? ഞാൻ തിരിച്ചു പറഞ്ഞിട്ടില്ല, എൻ്റെ അച്ഛൻ്റെ പേരിൽ ഞാൻ പൈസ വാങ്ങിച്ചിട്ടില്ല എന്ന്. ഇവർ പൈസ വാങ്ങി എന്ന റിപ്പോർട്ട് പുറത്തു വന്നു എന്ന് മുഖ്യധാര മാധ്യമങ്ങൾ പറഞ്ഞ അന്ന് ഇത് നിഷേധിച്ചുകൊണ്ട് കുറിപ്പിറക്കി. ആ റിപ്പോർട്ട് പച്ചക്കള്ളമാണ് എന്ന് യോഗേഷ് ഗുപ്ത ഇരുന്നാൽ ചിലപ്പോൾ ആ റിപ്പോർട്ട് പുറത്തു വരും. ആ റിപ്പോർട്ട് എന്തായാലും പുറത്തു വരും, അത് ഉറപ്പാണ്. ആ റിപ്പോർട്ട് പുറത്തു വരും. അദ്ദേഹത്തിന്റെ മകൾ ഇത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മകൾ കാശ് വാങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞ് ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തലേ കൂടെ മുണ്ടിട്ടുകൊണ്ട് പിണറായി വിജയന്റെ മോക്കും CPM-നും പോകേണ്ടി വരും. ഈ നിരത്തിലൂടെ തലേ കൂടെ മുണ്ടിട്ട് പോകേണ്ട അവസ്ഥയുണ്ടാവും. അത് ഉണ്ടാകാതിരിക്കാൻ ഒരു കാരണം കൂടെയാണ് ഈ യോഗേഷ് ഗുപ്തയെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ചെവിക്ക് പിടിച്ച് മാറ്റിയിരുത്തിയത്. പക്ഷേ ഒരു വലിയ ഭൂകമ്പം വരാനിരിക്കുന്നു. വരുമെന്ന കാര്യം ഉറപ്പാണ്. അതിനി ഇത്തരത്തിൽ ഈ റിപ്പോർട്ട് വരുന്നത് ഒരു മുഖ്യധാര മാധ്യമത്തിന് വക്കീൽ വഴി ചോദിച്ചാൽ കിട്ടാതിരിക്കില്ല. സാർ ഇവരെന്താ മറുപടി കൊടുത്തെന്ന് അറിയാൻ ജനത്തിന് ബാധ്യതയുണ്ടെന്ന് ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? കൊടുക്കും. കാര്യം ഇവർ ഈ പറഞ്ഞ EDയുടെ മുന്നിൽ പറഞ്ഞ കാര്യം പറഞ്ഞത് തന്നെയാണ്. പറയാതെ മാധ്യമങ്ങളൊന്നും ചെയ്യില്ല. അപ്പോൾ ആ റിപ്പോർട്ട് പച്ചലയും കത്തിരിയും പോലെ ഞങ്ങൾ വെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏഷ്യാനെറ്റ് തുടങ്ങിയ മാധ്യമങ്ങൾ അടിക്കുമ്പോൾ അന്ന് എന്ത് ചെയ്യും? അന്ന് എവിടെ പോകും? അപ്പോൾ ഇതിനെല്ലാം കൂടെയുള്ള ഉത്തരമാണ് ഈ പറയുന്നത്. അതിനെല്ലാം കൂടെയുള്ള ഉത്തരമാണ് തൽക്കാല ശാന്തി. തൽക്കാല ശാന്തി എന്ന് പറഞ്ഞാൽ ഒരു വലിയ പെരുമഴ വരാൻ പോകുന്നു. വലിയ പെരുമഴയ്ക്ക് മുമ്പ് ഒരു കാറും കോളും ഒക്കെ നമ്മൾ കാണുമല്ലോ. അത്തരത്തിലൊരു കാറും കോളും ഉണ്ടായിക്കഴിഞ്ഞു. ശശിയേട്ട, ബഹുമാനപ്പെട്ട വിജയേട്ട, അത്രയും നമുക്കിതിൽ പറയാനുള്ളൂ. അപ്പോൾ യോഗേഷ് ഗുപ്തയെ മാറ്റിയതിനെ സംബന്ധിച്ച് ആശ്വസിക്കാൻ വകയൊന്നുമില്ല. മനോജ് എബ്രഹാം വന്നാലും മനോജ് എബ്രഹാം ഇത് പിടിച്ചു വെച്ചാലും, പക്ഷെ മനോജ് എബ്രഹാമിന് ഉള്ളത്രയും കാലം ഇത് പിടിച്ചു വെക്കാൻ പറ്റുമല്ലോ പ്രജിത? ഇനി 10 മാസമേ ഉള്ളൂ. ഈ 10 മാസത്തിനിടയ്ക്ക് 10 മാസം കഴിഞ്ഞാലും വരാൻ പോകുന്നത് 3.0. ആര് പറഞ്ഞു 3.0 എന്ന്? നിങ്ങൾ നോക്കി. കോൺഗ്രസിന് എവിടെ കെൽപ്പുണ്ടായിട്ടുണ്ട് രണ്ടാമത് വരുന്നത്? നിങ്ങൾ അങ്ങനെയൊന്നും പറയരുത്. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുള്ള, അതായത് ഒരു ജാതി സമവാക്യ കളിയാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇതുവരെ കോൺഗ്രസ് ചെയ്തിട്ടുള്ളത്. അതിലൊരു വീഴ്ച അവർക്കുണ്ടായി. അതാണ് പറ്റിയത്. അതിന് ഒരു ഉദാഹരണം നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞു. ആ ദിവ്യയുടെ ഭർത്താവ് ശബരിനാഥൻ മത്സരിച്ച അരുവിക്കര, അവിടെ സ്റ്റീഫൻ എന്ന് പറഞ്ഞൊരു ആളാണ് MLA ആയിരിക്കുന്നത്. അയാൾ ഒരു പ്രാദേശികനായിട്ടുള്ള ഒരു നേതാവാണ്. ശബരിനാഥനെ നിശ്ചയിച്ചതിൽ അവിടെ ചെറിയ പിഴവ് പറ്റി. ശബരിനാഥൻ കാർത്തികേയന്റെ മകനാണ്, കാർത്തികേയൻ അവിടെ ജയിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജയിക്കണമെന്നില്ല. അവിടെ നായരോട്ട് കുറവാണ്, അവിടെ നാടാറോട്ടാണുള്ളത്. അപ്പൊ അത്തരത്തിൽ ജാതി സമവാക്യങ്ങളുടെ മേൽ, അത് ഒരു ഉദാഹരണം മാത്രമാണ്. കോൺഗ്രസ് തീർച്ചയായിട്ടും അങ്ങനെയുള്ള അനുഭവത്തിന്റെ പുറത്ത് തന്നെ കാര്യങ്ങൾ നീക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാര്യം അനുഭവം ഗുരു 2 ടേമായി. അതെ, പക്ഷെ എന്തായാലും ഗുപ്തയുടെ കാര്യത്തിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും ഗുപ്തയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് എന്താണെന്നുള്ളത് നോക്കാനൊന്നുമില്ല. ഗുപ്തയല്ല, ഇനി മനോജ് എബ്രഹാം വന്നാലും നിയമത്തിന്റെ വഴിക്ക് പോയാൽ ഒരു വലിയ മഴയുടെ, ഒരു വലിയ പേമാരിയുടെ മുമ്പുള്ള, അല്ലെങ്കിൽ ഒരു വലിയ കാറ്റിന്റെ മുമ്പുള്ള ഒരു ചെറിയ നിശബ്ദത, ആ നിശബ്ദതയ്ക്ക് ശേഷം സംഭവിക്കാൻ പോകുന്ന എന്തെന്ന് നമുക്ക് കാണുക തന്നെ ചെയ്യും.